എല്ലാവർക്കും ഇൻസ്പയർഡ് സോൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ കുറ്റം പറയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടായിരിക്കില്ല. കുറ്റം പറയുന്നത് ഒരു തരത്തിൽ മനുഷ്യ സഹജമായിട്ടുള്ള ഒരു വാസന തന്നെയാണ്. പലപ്പോഴും നമ്മൾ കുറ്റം പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ഇല്ലാത്ത ഒരാളെ കുറിച്ചായിരിക്കും പലപ്പോഴും കുറ്റം പറയുന്നത് തന്നെ. കാരണം അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു ഡീസൻസി എങ്കിലും കാണിക്കാനായിട്ട് നമ്മൾ മനുഷ്യരെന്ന രീതിയിൽ പലപ്പോഴും ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും നമ്മൾ കുറ്റം പറയുന്നത്? അതിനുള്ള കാരണങ്ങൾ പലതായിരിക്കാം. ചിലപ്പോ നമുക്ക് ആ വ്യക്തിയുടെ ചില രീതികൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ ആ വ്യക്തി ചെയ്തതായിട്ട് നമുക്ക് കാണുകയും മനസ്സിലാവുകയും ഒക്കെ ചെയ്തത് കൊണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ പല വിധത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മൾ വ്യക്തികളെ കുറ്റം പറയാറുണ്ട്. അതപ്പോ സമൂഹത്തിന്റെ പല തലത്തിലുള്ള ആളുകളായിരിക്കാം, ഈവൻ ഫിലിം സ്റ്റാർസ് ആയിരിക്കാം, പൊളിറ്റീഷ്യൻസ് ആയിരിക്കാം, നമ്മുടെ തന്നെ സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ അയൽവക്കക്കാരായിരിക്കാം, ബന്ധുക്കളായിരിക്കാം, ആരും തന്നെയായിരിക്കാം നമ്മൾ കുറ്റം പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ കുറ്റം പറയുന്നത്, എങ്ങനെ ഈ ഒരു കുറ്റം പറയലിനെ ഓവർകം ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കുറ്റം പറയുന്നത് എന്ന് പറയുന്നത് ഒരു തരത്തിൽ തന്നെ ഒരു അഗ്രഷൻ എന്ന് വേണമെങ്കിൽ തന്നെ നമുക്കതിനെ പറയാം. പ്രിമിറ്റീവ് ഏർജ് ആയിട്ടാണ് അഗ്രഷനെ ഫ്രോയിഡ് എന്ന സൈക്കോളജിസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്. പ്രിമിറ്റീവ് ഏർജ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാചീന വാസന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അഗ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു പ്രാചീന വാസനയാണ് എന്നുള്ളതാണ്. അപ്പോൾ അഗ്രഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് പൂർണ്ണമായിട്ട് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോയിട്ടില്ല. പക്ഷെ അതൊരു അഡ്വാൻസ്ഡ് ഫോമിൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളായാലും അല്ലെങ്കിൽ ആളുകൾ തമ്മിലുള്ള പോരായാലും അങ്ങനെയൊക്കെയുള്ള ഒരു അഗ്രഷന്റെ ഒരു എക്സ്പ്രഷൻ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ എത്ര തരത്തിലുള്ള അഗ്രഷനാണ് മെയിൻ ആയിട്ടുള്ളത്? 3 തരത്തിലുള്ള അഗ്രഷനാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്നാമതായിട്ട് വെർബൽ അഗ്രഷൻ, രണ്ടാമതായിട്ട് ഹോസ്റ്റൈൽ അഗ്രഷൻ, മൂന്നാമതായിട്ട് ടൈംഡ് അഗ്രഷൻ. അപ്പോൾ ഇതിൽ ആദ്യത്തെ അഗ്രഷൻ, അതായത് വെർബൽ അഗ്രഷൻ എന്ന് പറയുന്ന അഗ്രഷനാണ് കുറ്റം പറച്ചിലിൽ മെയിനായിട്ട് വരുന്ന ഒരു കാര്യം. ഇത് വെർബലി നമ്മൾ പറയുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇതിന് നമ്മൾ വെർബൽ അഗ്രഷൻ എന്ന് പറയുന്നത്. നമ്മൾ അദ്ദേഹത്തിന്റെ മെക്കെട്ട്, വേറൊരു വ്യക്തിയുടെ മെക്കെട്ട് കയറാനോ അല്ലെങ്കിൽ ഒന്നിനും പോകുന്നില്ല, മറിച്ച് നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ആ വ്യക്തിയിൽ കണ്ടെത്തിയതിനെ കുറിച്ച് നമ്മൾ കുറെ വാചാലനാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രതിഭാസത്തിനെയാണ് വെർബൽ അഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെർബൽ അഗ്രഷൻ ചിലപ്പോൾ ന്യൂറോട്ടിക് ആവാനായിട്ടുള്ള ഒരു സാധ്യത കൂടുതലാണ്. നമ്മൾ കണ്ടിന്യൂസ്ലി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാവുകയും അത് കാരണം കൊണ്ട് മറ്റുള്ളവരെ നമ്മളെ അകറ്റി നിർത്താനും ഒക്കെ സാധ്യതയുണ്ട്. അതേ ഒരു കുറ്റം പറയുന്ന ആൾ വരുന്നു എന്നൊന്നും പുറമെ പറയില്ലെങ്കിലും നമ്മളെ അറിഞ്ഞോ അറിയാതെയോ ആളുകൾ മാറ്റി നിർത്തും. അതായത് എപ്പോഴും വേറൊരാളുടെ കുറ്റം പറയുന്ന ഒരാളോട് നമുക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം അദ്ദേഹത്തിന് ലോജിക്കൽ തിങ്കിങ് കുറവായിരിക്കും എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെ. അപ്പോൾ ഒരു റാഷണൽ തിങ്കിങ്ങിനെ ഈ കുറ്റം പറച്ചിൽ ഇവിടെ ബാധിക്കുകയാണ് എന്നുള്ളതാണ്. നമ്മുടെ ലോജിക്കൽ തിങ്കിങ്ങിനെ, റാഷണൽ തിങ്കിങ്ങിനെ ഇത് ബാധിക്കുന്നു. ആ ഒരു തിങ്കിങ് കപ്പാസിറ്റി മാറി വളരെ ഇമോഷണലായിട്ട് ഭയങ്കരമായിട്ട് വെർബലായിട്ട് നമ്മളെ തന്നെ വേറൊരാളെ കുറിച്ച് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ലോജിക്കൽ തിങ്കിങ് പോയി വേറെ എന്തൊക്കെയോ ബയാസ്ഡ് ആയിട്ട് നമ്മളവിടെ പ്രവർത്തിക്കുന്ന ഒരു തലത്തിലേക്ക് കുറ്റം പറയുന്ന ഒരു ആള് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിനുള്ളൊരു കാര്യം. അപ്പൊ എങ്ങനെ നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും? നമ്മൾ 3 തരത്തിലുള്ള അഗ്രഷനാണ് പറഞ്ഞത്: വെർബൽ അഗ്രഷൻ, ഹോസ്റ്റൈൽ അഗ്രഷൻ ആൻഡ് ടൈംഡ് അഗ്രഷൻ. അതിൽ ഒന്നാമത്തെ വെർബൽ അഗ്രഷൻ ആണ് കുറ്റം പറച്ചിൽ വരുന്നത്. അപ്പോൾ വെർബലി പറയുന്നതുകൊണ്ടാണ്. ഹോസ്റ്റൈൽ അഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി ഒരാളെ കീഴ്പ്പെടുത്താൻ, ഇടിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്നതുകൊണ്ടാണ്, അത് അദ്ദേഹത്തെ പെയിൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോകുമ്പോഴാണ് അതിനെ ഹോസ്റ്റൈൽ അഗ്രഷൻ എന്ന് പറയുന്നത്. ടൈംഡ് അഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രഷനെ തന്നെ മോഡിഫൈ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടൈംഡ് അഗ്രഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് പോസിറ്റീവ് ആണെങ്കിൽ വേണമെന്ന് നമുക്ക് തന്നെ പറയാം. ഇപ്പൊ ഡിസിപ്ലിൻ വരാനായിട്ട് ടീച്ചേഴ്സൊക്കെ സ്കൂളിൽ പ്രയോഗിക്കുന്ന മെത്തേഡുകൾ, അല്ലെങ്കിൽ ഒരു മാനേജർ എംപ്ലോയീസിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കമാൻഡർ, മിലിറ്ററിയിലെ ഒരു കമാൻഡർ തൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ ഒക്കെ അല്ലെങ്കിൽ മിലിറ്ററിക്കാരെയൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്, ഇതൊക്കെ ഒരു ടൈംഡ് അഗ്രഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാനായിട്ട് സാധിക്കും. അവിടെ അവർ തൻ്റെ കീഴുദ്യോഗസ്ഥരോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ ദേഷ്യപ്പെടുന്ന ഒരു അവസ്ഥയല്ല കാണുന്നത്, മറിച്ച്
വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അവരെ കൊണ്ട് അത് ചെയ്യിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കണ്ടുവരുന്നത്, ഒരു ടൈംഡ് അഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ടൈംഡ് അഗ്രഷൻ ഒരു മെത്തേഡ്, നമുക്ക് ഈ കുറ്റം പറയൽ ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ് ഈ ടൈംഡ് അഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ടൈംഡ് അഗ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ കുറ്റം പറയുന്ന വാസനയെ മാറ്റി നിർത്താനാവുക? അതായത് ടൈംഡ് അഗ്രഷൻ എന്ന് പറയുമ്പോൾ വളരെയധികം സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ കാര്യങ്ങളെ കണ്ടുകൊണ്ട് വളരെ നമ്മൾ കൃത്യനിഷ്ഠയോട് കൂടി വളരെ ഒരു ഷാർപ്പ്നെസ്സോട് കൂടി ആളുകളോട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്ത് അവരെ ഒരു എന്താ പറയാ ഒരു ഡിസിഷൻ സ്കില്ലിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് വേറെ കാര്യങ്ങളിലേക്കൊന്നും വ്യതിചലിച്ച് പോകാതെ, ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചർ കുട്ടികളുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവർ വേറെ കാര്യങ്ങളിലേക്കൊന്നും വ്യതിചലിച്ച് പോകാതെ അവരുടെ കോൺസെൻട്രേഷനെ അയാളിലേക്ക് തന്നെ കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡൊക്കെ തന്നെയാണിത്. അപ്പോൾ ഇവിടെ ആ കുട്ടിയെ അവിടെ ഇരിക്കുന്ന കുട്ടിയെ ഭയങ്കരമായിട്ട് ആ കുട്ടിയോട് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അവനെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുകയോ അല്ല, മറിച്ച് അവൻ്റെ മുന്നിൽ വളരെ ഒരു സീരിയസ് ഫേസ് ഇട്ടുകൊണ്ട് ഈ കാര്യത്തിന്റെ സീരിയസ്നെസ് ആ വ്യക്തിയോട് പറയുകയാണ് അവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു മാനേജർ ഒരു എംപ്ലോയിയോട് പെരുമാറുമ്പോഴും ഈ ഒരു മെത്തേഡ് ചിലപ്പോൾ ഉപയോഗിച്ചെന്നിരിക്കും, ആ ഒരു സീരിയസ്നെസ്, അറ്റ്മോസ്ഫിയറിന്റെ സീരിയസ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ രീതിയിൽ നമ്മുടെ അഗ്രഷനെ ടൈംഡ് അഗ്രഷൻ എന്നൊരു ലെവലിലേക്ക്, വെർബൽ അഗ്രഷനിൽ നിന്ന് ഹോസ്റ്റൈൽ അഗ്രഷനിൽ നിന്ന് ഒരു ടൈംഡ് അഗ്രഷൻ എന്ന ഒരു ലെവലിലേക്ക് കൊണ്ടുവരാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് ആ കുറ്റം പറയുന്ന ആ ഒരു ഇറാഷണൽ ആസ്പെക്റ്റുകൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ രണ്ടാമത് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അണ്ടർലൈനിങ് മെത്തേഡ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ, നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്സ് ഒക്കെ വായിക്കുമ്പോൾ അതിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ചില ലൈൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെ അണ്ടർലൈൻ ചെയ്ത് വെക്കും. അത് നമ്മളത് അട്രാക്ട് ചെയ്തുകൊണ്ട്, അത് നമ്മൾ ഫാസിനേറ്റ് ചെയ്തുകൊണ്ടൊക്കെയാണ് അത് വീണ്ടും റെഫർ ചെയ്യാനും അത് നമ്മളെ വളരെ പിടിച്ചു കുലുക്കിയതുകൊണ്ടൊക്കെയാണ് നമ്മളത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അപ്പം എന്താണ് ഈ അണ്ടർലൈനിങ് മെത്തേഡ്? ഇപ്പം നമ്മുടെ തന്നെ ബിഹേവിയറുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ പലതരത്തിലുള്ള ബിഹേവിയറുകളിൽ ഒരു ബിഹേവിയറാണ് ഈ കുറ്റം പറയുക എന്ന് പറയുന്നത്. അപ്പൊ ഈ കുറ്റം പറയുന്ന ആ ഒരു ആസ്പെക്റ്റിനെ മാത്രം നമ്മൾ എടുക്കുക ഇവിടെ, അതിനെ മാത്രം ആണ് നമ്മളിവിടെ അണ്ടർലൈനിങ് മെത്തേഡിൽ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ കുറ്റം പറയുന്ന മെത്തേഡിനെ നമ്മൾ എന്താ ചെയ്യുന്നത്, അതിനെ തന്നെ നമ്മളിവിടെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അതായത് വിവിധ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്തിനാണ് കുറ്റം പറയുന്നത്, ഞാൻ ആരെയാണ് കുറ്റം പറയുന്നത്, ഞാൻ എപ്പോഴൊക്കെയാണ് കുറ്റം പറയുന്നത്, എന്താണ് എൻ്റെ കുറ്റം പറയലിലേക്ക് നയിക്കുന്നത്, എന്ത് തരത്തിലുള്ള ആളുകളെയാണ് ഞാൻ കുറ്റം പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഈ കുറ്റം പറയലിന് കാരണമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ്, ഹൺഡ്രഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ ഫ്രെയിം ചെയ്ത് എടുത്തുകൊണ്ട് ഈ കുറ്റം പറച്ചിലിനെ അതിൻ്റെ ഒരു ലെവലിൽ നിന്നുകൊണ്ട് തന്നെ നേരിടുക എന്നുള്ളതാണ്. അതിന് നമ്മളിതിനെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് വഴിയായിട്ട്, ഈ ക്വസ്റ്റ്യനിങ് മെത്തേഡിലൂടെ നമ്മൾ നമ്മുടെ മൈൻഡിനെയും ബ്രെയിനിനെയും റാഷണലൈസ് ചെയ്യുകയും, റാഷണലൈസ് ചെയ്യുന്നതിനേക്കാൾ ഉപരി റാഷണലാക്കി മാറ്റുകയാണ് എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബ്രെയിനും മൈൻഡും കുറച്ചുകൂടെ ലോജിക്കലായിട്ട് ചിന്തിക്കുവാനും കാര്യങ്ങളെ കുറച്ചുകൂടെ ഇമോഷണൽ ആസ്പെക്റ്റുകളിൽ നിന്ന് ഉയർന്നു നിന്നുകൊണ്ട് ആ ഒരു കുറ്റം പറച്ചിൽ എന്ന് പറയുന്ന ഒരു മെത്തേഡിനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാണുവാനും, അങ്ങനെ ആ ഒരു മെത്തേഡ് നമ്മളെ ഒരു പോസിറ്റീവ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇതിനെ ചാനലൈസ് ചെയ്തുകൊണ്ട് ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയിലേക്ക് അതിനെ നമ്മുടെ മൈൻഡ് തന്നെ കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി അതിനെ കൊണ്ടുവരികയാണ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ എന്താ പറയുക, കുറ്റം പറയുന്ന ഒരു ന്യൂറോട്ടിക് ടെൻഡൻസിയെ നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തു കളഞ്ഞുകൊണ്ട് നല്ലൊരു രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാനും അവരെ കുറിച്ച് പ്രസന്റ് ചെയ്യാനും ഒക്കെ നമ്മൾ മാറുകയാണ് എന്നുള്ളതാണ്. കാരണം ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് വഴി നമ്മൾ വീണ്ടും നമ്മുടെ മൈൻഡിന് വീണ്ടും അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ടുള്ള ഒരു ഇടം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവിടെ നമ്മൾ അതിനെക്കുറിച്ച്, കുറ്റം പറയുന്ന വാസനയെ കുറിച്ച് നമ്മൾ ടോട്ടലി അവെയർ ആവുകയാണ്. കംപ്ലീറ്റ്ലി നമ്മൾ അവിടെ അവെയർ ആവുകയാണ്. ദിസ് കംപ്ലീറ്റ് അവെയർനെസ് ലീഡ്സ് അസ് ടു ദ ചേഞ്ച് ഓഫ് ദ ഹാബിറ്റ് ഓഫ് ഗോസിപ്പിംഗ്. ഈ ഒരു കംപ്ലീറ്റ് അവെയർനെസ്, ആ ഒരു കംപ്ലീറ്റ് അവെയർനെസ്സിൽ നമുക്ക് ഈ ഒരു ഹാബിറ്റ് തന്നെ ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിങ് മെത്തേഡിൽ നിന്ന് തുടങ്ങുന്ന ഈ അണ്ടർലൈനിങ് മെത്തേഡ് നമ്മളൊരു കംപ്ലീറ്റ് അവെയർനെസ്സിലേക്ക് നയിക്കുകയും, ഈ ഹൺഡ്രഡ്സ് ഓഫ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമുക്ക് അൺനെസസറി ആയിട്ട് തോന്നാം ഈ ചോദ്യങ്ങൾ, പക്ഷെ നമ്മൾ കണ്ടിന്യൂസ്ലി അത് ചോദിക്കുന്നത് വഴി നമുക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കുവാനും, നമ്മൾ ആ ഒരു സേഫ്റ്റി കോർണർ, കുറ്റം പറയുന്ന ഒരു സേഫ്റ്റി കോർണറിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ മൈൻഡിനെ തന്നെ വിശാലമാക്കുവാനും
മറ്റുള്ളവരിലേക്ക് കൂടുതൽ എമ്പത്തറ്റിക് ആയിട്ട് ഇറങ്ങി ചെല്ലുവാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കുറ്റം പറയുന്നത് എന്ന് പറയുന്നത് പലപ്പോഴും മനുഷ്യസഹജമായുള്ള ഭാഷയാണ്. അതൊരു വെർബൽ അഗ്രഷൻ്റെ ഭാഗമായിട്ടാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു ടേമഡ് അഗ്രഷനായിട്ട് മാറ്റാം എന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു അണ്ടർലൈനിങ് മെത്തേഡിൽ മെയിനായിട്ടുള്ള ക്വസ്റ്റ്യനിങ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ കൂടുതൽ റാഷണലൈസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് എന്ന് പറയാം. അപ്പം നമുക്ക് തന്നെ നമ്മുടെ ഇങ്ങനെയുള്ള വാസനകളെ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് അപ്രോച്ച് ചെയ്തുകൊണ്ട് അണ്ടർലൈനിങ് മെത്തേഡ് പോലുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റീവായിട്ട് അപ്രോച്ച് ചെയ്ത് നമുക്ക് അതിൽ നിന്ന് മുക്തി നേടാം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.